നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ചൂടുപിടിച്ചു. മുന്നണികളിലെ മുൻനിര നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ 30-ന് പൂർത്തിയാകും. ചിറ്റിലപ്പള്ളിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണം, 20 പവൻ കവർന്നു. ഒല്ലൂക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ പ്രതി ദിലീപിനെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. സജിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം തിങ്കളാഴ്ച തൃശൂരിൽ പരിശോധന നടത്തും. ചന്ദ്രബോസ് വധക്കേസ് വിചാരണ തിങ്കളാഴ്ച തുടങ്ങും. വിചാരണ നടപടികൾക്ക് കനത്ത സുരക്ഷയൊരുക്കുവാൻ DGPയുടെ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ ചൂടുപിടിക്കുന്നു. മുന്നണികളിലെ മുൻനിര നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ 30-ന് പൂർത്തിയാകും. തെരഞ്ഞെടുപ്പിന് ആവേശം കൊള്ളിച്ച് ഇരുമുന്നണികളും മത്സരവീര്യത്തോടെയാണ് നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം ശക്തമാക്കിയത്. UDF-ന് വേണ്ടി KPCC പ്രസിഡന്റ് VM സുധീരനും LDF-ന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ എന്നിവരുമാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ജില്ലയിൽ പടകളത്തിലിറങ്ങിയത്. കാര്യമായ വിവാദങ്ങൾക്ക് വഴിവെക്കാതെയാണ് മുന്നണി നേതാക്കൾ പോയ വാരം പ്രചാരണം നടത്തിയത്. ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന്റെ ശക്തി കൂട്ടാൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ രംഗത്തിറക്കും. തൃശൂർ, തൃപ്രയാർ, കുന്നംകുളം, ചെറുതുരുത്തി എന്നിവിടങ്ങളിലാണ് തിങ്കളാഴ്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി VS പ്രചാരണ രംഗത്തിറങ്ങുക. KPCC പ്രസിഡന്റ് പിന്നാലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് UDF പ്രചാരണത്തിനായി രംഗത്തിറക്കുന്നത്. 27-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും 30-ന് മുഖ്യമന്ത്രിയും ജില്ലയിൽ UDF-ന് വേണ്ടി രംഗത്തിറങ്ങും. 13 കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത്. ഇരുമുന്നണികളുടെയും മുൻനിര നേതാക്കളുടെ ജില്ലയിലെ പ്രചരണം പൂർത്തിയാകുന്നതോടെ രണ്ടാംഘട്ട പ്രചരണമെന്ന നിലയിൽ ഇരുമുന്നണികളെയും മറ്റ് പ്രധാന നേതാക്കൾ 31 മുതൽ നവംബർ 2 വരെ ജില്ലയിൽ രംഗത്തുണ്ടാകും. അതേസമയം തെരഞ്ഞെടുപ്പിന് ഇനി 10 നാൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം ഒരു വട്ടം മാത്രം പൂർത്തിയാക്കേണ്ട അവസ്ഥയാണ്. ഡിവിഷനിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ഉള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വീടുകൾക്കായുള്ള പ്രചാരണം ഒരു ഘട്ടമായി ചുരുങ്ങാൻ കാരണമാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിൽ വീണ്ടും മോഷണം. ചിറ്റിലപ്പള്ളിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 20 പവൻ കവർന്നു. അടാട്ട് റോഡ് ശാന്തിനഗർ ചനാശ്ശേരി ലളിതയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 20 പവനോളം സ്വർണം കവർന്നു. അലമാരയുടെ മറ്റൊരു അറയിൽ 10 പവനും 10,000 രൂപയും ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച മകളുടെ വീട്ടിലേക്ക് പോയ ലളിത ശനിയാഴ്ച തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പുറകിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും വിഫലമായതിനെ തുടർന്നാണ് മുൻവാതിൽ കുത്തി തുറക്കുകയായിരുന്നു. പ്രസവത്തിനായി വീട്ടിലെത്തിയ മകളുടെ സ്വർണമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഒരാഴ്ചയായി വീട്ടിൽ ആളില്ലാത്തതിനാൽ എന്നാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് വ്യക്തമല്ല. പേരാമംഗലം CI ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. SI ഉമ്മർ ഫാറൂഖ്, അഡീഷണൽ SI ചന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒല്ലൂക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി തൃശൂർ കിഴക്കേക്കോട്ടയിൽ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ പ്രതി ദിലീപിനെ കൂടുതൽ അന്വേഷണത്തിനായി തിങ്കളാഴ്ച കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. മണ്ണുത്തി പട്ടാളക്കുന്ന് സ്വദേശി ദിലീപിനെയാണ് കൂടുതൽ തെളിവെടുപ്പിനായി ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പണമിടപാട് സംബന്ധിച്ച് തർക്കത്തെ തുടർന്നാണ് ഒല്ലൂക്കര സ്വദേശി സജിയെ തലയിൽ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ദിലീപ് തന്റെ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളിയത്. 5 വർഷം മുൻപായിരുന്നു സംഭവം. പിന്നീട് വിദേശത്തേക്ക് പോയ പ്രതിയെ കഴിഞ്ഞ ആഴ്ചയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട സജി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി ഹോട്ടൽ തൃശൂർ ടവർ പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിൽ അന്വേഷണ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തും. അതേസമയം സജിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് 2 ആഴ്ചത്തെ സാവകാശം കൂടി സജിയുടെ ബന്ധുക്കളോട് പോലീസ് സർജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വധിച്ച കേസിന്റെ വിചാരണ തിങ്കളാഴ്ച തുടങ്ങും. ചന്ദ്രബോസിനെ കൊലപ്പെടുത്താൻ പ്രതി മുഹമ്മദ് നിസാം ഉപയോഗിച്ച ആഡംബര വാഹനമായ ഹമ്മർ ജീപ്പ് കോടതി വളപ്പിൽ എത്തിച്ചു. ഗേറ്റ് തുറക്കാൻ വൈകിയതിന് സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ താമസക്കാരനായ മുഹമ്മദ് നിസാം കാർ ഇടിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കഴിഞ്ഞ ജനുവരി 29-ന് പുലർച്ചെയായിരുന്നു സംഭവം.
ഗുരുതര പരിക്കേറ്റ് അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചന്ദ്രബോസ് ഫെബ്രുവരി 16-നാണ് മരിച്ചത്. ഏപ്രിലിൽ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രതി നിസാം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ 3 തവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും നിരസിച്ചു. കാപ്പ ചുമത്തിയതിനെ തുടർന്ന് കണ്ണൂർ ജയിലിൽ കഴിയുന്ന നിസാമിനെ വിയ്യൂരിലെത്തിച്ചു. ഇതിനിടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് വിചാരണ നടപടികൾക്ക് കനത്ത സുരക്ഷയൊരുക്കുവാൻ ഡിജിപി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് പരിഗണിക്കുന്ന തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ.പി. സുധീരനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി.പി. ഉദയഭാനുവിനും പോലീസ് അകമ്പടി ഏർപ്പെടുത്തി. കോടതി പരിസരത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. തിങ്കളാഴ്ച മുതൽ അവധി ദിവസങ്ങളിലൊഴികെ തുടർച്ചയായി വിചാരണ നടത്താനാണ് കോടതിയുടെ തീരുമാനം. നവംബർ 30-നകം പൂർത്തിയാകുന്ന വിധമാണ് വിചാരണ ക്രമീകരിച്ചിട്ടുള്ളത്. ജനുവരി 31-നകം വിധി പകർപ്പ് കൈമാറണമെന്നാണ് നിസാമിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി 2ാം വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാർ മേളം നയിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നണി ഗായകരായ വൈക്കം വിജയലക്ഷ്മിയും വിശ്വനാഥനും നയിച്ച ഭക്തിഗാനമേളയും അരങ്ങേറി. വിളക്കാഘോഷത്തിന്റെ 3ാം ദിനമായ തിങ്കളാഴ്ച കാഴ്ചശീവേലിക്കുള്ള മേളം പെരുവനം കുട്ടന്മാരാർ നയിക്കും. ഉച്ചതിരിഞ്ഞ് ശീവേലിക്കുള്ള പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാർ പ്രമാണിയാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. രാത്രി ശ്രീലക്ഷ്മി ഗോവർദ്ധനന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഗുരുവായൂർ ഏകാദശി വിളക്കിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. തുടർച്ചയായി അവധി ദിവസങ്ങൾ വന്നതാണ് തിരക്ക് വർദ്ധിക്കുവാൻ കാരണം. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ അനുഭവപ്പെട്ട തിരക്ക് ഏറെ വൈകിയും തുടർന്നു. ദർശനത്തിന് പുറമെ വിവാഹത്തിനും തിരക്കായതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. 166 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 804 കുട്ടികൾക്ക് ചോറൂണും നൽകി. വാർത്തകളിലേക്ക്. മാഹിയിൽ നിന്ന് അനധികൃതമായി വിൽപ്പനയ്ക്ക് കടത്തിക്കൊണ്ടുവന്ന മദ്യം ഗുരുവായൂർ പോലീസ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നിരുന്ന മദ്യം കോട്ടപ്പടിയിൽ വെച്ച് പിടികൂടിയത്. ഓട്ടോയിലുണ്ടായിരുന്ന ആർത്തറ്റ് ചെമ്മണൂർ ബിനീഷ്, തൊടിയൂർ ചന്തിരുത്തി സുനിൽ, കോട്ടപ്പടി സ്വദേശികളായ ചാണാശ്ശേരി സതീഷ്, പണിക്കശ്ശേരി പ്രകാശൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 40 കുപ്പി മദ്യമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. മാഹിയിൽ നിന്ന് മദ്യം കുന്നംകുളത്ത് എത്തിച്ച് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കോട്ടപ്പടിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സംഘം പിടിയിലായത്. SI MR സുരേഷ്, സീനിയർ CPOമാരായ P ബസന്ത്, PS അനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ പോലീസ് നടത്തിയ സംയുക്ത പരിശോധനയിൽ വിവിധ ക്രിമിനൽ കേസുകളിൽപ്പെട്ട 54 പേർ ഉൾപ്പെടെ 214 പേരെ പിടികൂടി. തൃശൂർ റൂറൽ പോലീസും സിറ്റി പോലീസും സംയുക്തമായാണ് ജില്ലയിൽ പരിശോധന നടത്തിയത്. തൃശൂർ റൂറൽ പരിധിയിൽ വാറണ്ട് കേസിൽ പ്രതികളായ 62 പേരും പിടികിട്ടാപ്പുള്ളികളായ 15ഉം ക്രിമിനൽ കേസിൽപ്പെട്ട 18 പേരുമാണ് പോലീസ് പിടിയിലായത്. അമിതവേഗത്തിൽ വാഹനമോടിച്ചതിന് 41 പേരും മദ്യപിച്ച് വാഹനമോടിച്ചതിന് 148 പേരും പിടിയിലായി. തൃശൂർ സിറ്റി പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു പിടികിട്ടാപ്പുള്ളിയെയും 13 വാറണ്ട് പ്രതികളെയും മറ്റ് ക്രിമിനൽ കേസുകളിൽപ്പെട്ട 36 പ്രതികളെയും മുൻകരുതലായി 14 പേരെയും അബ്കാരി ആക്ട് പ്രകാരം 30 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, റൂറൽ SP കാർത്തിക് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പെരുമ്പാവൂരിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശി മരിച്ചു. ചൂൽപ്പുറം സ്വദേശി വടക്കൂട്ട് ഫ്രാൻസിസിന്റെ മകൻ 35 വയസ്സുള്ള മനീഷാണ് മരിച്ചത്. കോട്ടപ്പടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മനീഷ് ശനിയാഴ്ച രാവിലെ തന്റെ ഡെലിവറി വാനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ മരിച്ചു. തൃശൂർ റെയിൽവേ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ യാത്രക്കാരൻ ആക്രമിച്ചതായി പരാതി. തൃശൂർ ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരനായ സെയ്തുലാൽ, പ്രവീൺ എന്നിവരെയാണ് യാത്രക്കാരൻ മർദ്ദിച്ചത്. എയ്ഡ് പോസ്റ്റിന് സമീപമുള്ള സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവറോട് അപമര്യാദയെ പെരുമാറുന്നത് കണ്ട് ഇടപെട്ടപ്പോഴാണ് യാത്രക്കാരൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മർദ്ദിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തത്. കൺട്രോൾ റൂമിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിട്ടയച്ചു. പോലീസുകാരെ മർദ്ദിച്ച യാത്രക്കാരനെതിരെ കേസെടുക്കാതെ വിട്ടയച്ചത് പോലീസുകാർക്കിടയിൽ വ്യാപക അതൃപ്തി ഉയർന്നതിനെ തുടർന്ന് ഈസ്റ്റ് പോലീസ് കേസെടുത്തു. KPCC എക്സിക്യൂട്ടീവ് അംഗം ശിവൻ കണ്ണോളിയുടെ കാർ അജ്ഞാതർ കല്ലെറിഞ്ഞ് തകർത്തു. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. തൃപ്രയാർ AUP സ്കൂളിന് തെക്ക് വീടിന്റെ പോർച്ചിൽ കിടന്നിരുന്ന കാറാണ് ആക്രമിക്കപ്പെട്ടത്. കാർ തകർത്ത വിവരം രാവിലെയാണ് വീട്ടുകാർ അറിയുന്നത്. വലപ്പാട് പോലീസ് കേസെടുത്തു. 1 മാസം മുമ്പ് ഇതേ കാർ അക്രമികൾ കല്ലെറിഞ്ഞ് തകർത്തിരുന്നു. അക്രമികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. 2ാമത്തെ ആക്രമണം.
ആദ്യ ആക്രമണത്തിന് ശേഷം വീടിന്റെ പലയിടങ്ങളിലായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് UDF നാട്ടിക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇനി ജനവിധി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാരുടെ പരിശീലനം തിങ്കളാഴ്ച മുതൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. 2 ദിവസങ്ങളിലായി പരിശീലനം പൂർത്തിയാകും. ത്രിതല പഞ്ചായത്തിലേക്കുള്ള മൾട്ടി പോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് യന്ത്രം, മറ്റ് വോട്ടിംഗ് നടപടികൾ എന്നിവ സംബന്ധിച്ച പ്രവർത്തന പരിചയമാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചാവക്കാട്, ഒരുമനിയൂർ, വടക്കാഞ്ചേരി, മതിലകം, അന്തിക്കാട്, ചേർപ്പ്, കൊടകര, ഇരിഞ്ഞാലക്കുട, മാള ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും കുന്നംകുളം, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ചാവക്കാട്, വടക്കാഞ്ചേരി നഗരസഭകളിലെയും തൃശൂർ കോർപ്പറേഷനിലെ ചില വാർഡുകളിലെയും പരിശീലന ക്ലാസുകളാണ് തിങ്കളാഴ്ച നടക്കുക. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. സ്ഥാനാർത്ഥികളിൽ I ഗ്രൂപ്പ് വിഭാഗം മത്സരിക്കുന്ന വാർഡുകളിലാണ് വിമതശല്യം രൂക്ഷമായിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രമുഖ നേതാവാണ് വിമതരെ സംരക്ഷിക്കുന്നതെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ട്. 13ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും നഗരസഭാ മുൻ ചെയർമാനുമായ TV അബ്ദുൽ കരീമിന്റെ വാർഡിലാണ് വിമതരുടെ പ്രവർത്തനം ഏറ്റവും കൂടുതലുള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളും നിലവിലെ കൌൺസിലർമാർ അടക്കമുള്ളവരും വിമത സ്ഥാനാർത്ഥിക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും സംഭവത്തിൽ വീണ്ടും പരാതി നൽകുമെന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥി അബ്ദുൽ കരീം പറഞ്ഞു. ചാവക്കാട് നഗരസഭയിൽ ഭാര്യയും ഭർത്താവും PDP സ്ഥാനാർത്ഥികൾ. 2ാം വാർഡിൽ പണിക്കവീട്ടിൽ PM മുജീബും 30ാം വാർഡിൽ ഭാര്യ AM റുബീനയുമാണ് PDP സ്ഥാനാർത്ഥികളായി വഞ്ചി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. PDP മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറിയാണ് PM മുജീബ്. ഇരുവരും ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ സംവാദം പോരാട്ടം തിങ്കളാഴ്ച നടക്കും. നായ്ക്കനാലിന് സമീപം തേക്കിൻകാട് മൈതാനിയിൽ ഉച്ചതിരിഞ്ഞ് 3:30-നാണ് ജനകീയ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ തങ്ങളുടെ നിലപാടുകളും നയങ്ങളും പോരാട്ടത്തിൽ വ്യക്തമാക്കും. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിഷയങ്ങളാണ് സംവാദത്തിൽ ചർച്ച ചെയ്യുക. പൊതുജനങ്ങൾക്കും സംവാദത്തിൽ പങ്കെടുക്കാവുന്നതാണ്. TCVയുടെ പോരാട്ടം തൃശൂരിൽ. തൃശൂർ കോർപ്പറേഷനിലെ ജനകീയ വിഷയങ്ങളുമായി ഒരു രാഷ്ട്രീയ സംവാദം ഒക്ടോബർ 26-ന് ഉച്ചതിരിഞ്ഞ്. ജനവിധിയിൽ ഇനി തദ്ദേശം. കയ്പമംഗലം പഞ്ചായത്തിൽ 30,000-ന് മുകളിലാണ് ജനസംഖ്യ. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ നിലവിൽ UDF ഭരണമാണ്. UDFന് 15 സീറ്റുകളാണ് ഉള്ളത്. ഇടതിന് 3ഉം BJPക്ക് 2 സീറ്റുകളുമുണ്ട്. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി AI ഗ്രൂപ്പുകൾ വീതം വയ്ക്കുകയായിരുന്നു. കൂനിപ്പറമ്പിൽ ആയുർവേദ ആശുപത്രിക്ക് സൗകര്യപ്രദമായ ഇരുനില കെട്ടിടം നിർമ്മിച്ചുവെന്നതാണ് വലിയ നേട്ടമായി ഭരണവർഷം എടുത്തുകാണിക്കുന്നത്. കൂരിക്കുഴിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിച്ചതും അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തി കെട്ടിടമൊരുക്കിയതും പ്രധാന വികസനങ്ങളായി പറയുന്നു. അയ്യരൂര്, ചളിങ്ങാട് കോളനികളുടെ നവീകരണം, കുടിവെള്ള പ്രശ്നം ഭാഗികമായെങ്കിലും പരിഹരിച്ചത്, റോഡുകൾ, അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നിവയെല്ലാം ഭരണപക്ഷത്തിന്റെ നേട്ടങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ISO സർട്ടിഫിക്കേഷന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ടച്ച് സ്ക്രീൻ സംവിധാനവും ഭരണപക്ഷം ഉയർത്തിക്കാണിക്കുന്നു. എന്നാൽ വാചക കസരത്തിനപ്പുറം വികസനമൊന്നും നടന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ടും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമമാണ് പഞ്ചായത്ത് ഭരണത്തിന്റെ ബാക്കിപത്രമായി പ്രതിപക്ഷം പറയുന്നു. തായ്നഗറിലെ വൈദ്യുത ശ്മശാനം, പള്ളിനടയിലെ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങിയ വികസന സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ കിടക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കമ്പനിക്കടവിലെ മിനി ഹാർബർ, ചിറക്കല്ലെ ചെറുപുഴ തോടിലൂടെയുള്ള ശുദ്ധജല പ്രവാഹം തുടങ്ങി എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായതായി ആരോപണമുണ്ട്. BJPയും ഇത്തവണ പ്രതീക്ഷയോടെ രംഗത്തുണ്ട്. നിലവിൽ BJPക്ക് 2 സീറ്റുകളാണ് പഞ്ചായത്തിലുള്ളത്. ഇത്തവണ 9 വാർഡുകളിൽ വനിതാ സംവരണമാണ്. കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്താണ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത്. 13 വാർഡുകളാണ് പഞ്ചായത്തിൽ ഉള്ളത്. 10.9 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ ആകെ 10,027 വോട്ടർമാരാണുള്ളത്. കക്ഷിനില എങ്ങനെ? ആകെ വാർഡുകൾ 13.
UDF 7, LDF 6. പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം തൊട്ടറിഞ്ഞ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷമെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി തുടർച്ചയായി ലഭിച്ച പഞ്ചായത്തിന് ആരോഗ്യരംഗത്തെ മികവിനും ആരോഗ്യ കേരള പുരസ്കാരം തുടർച്ചയായി ലഭിച്ചു. ഓഫീസ് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യമായ സേവനത്തിനും ISO അംഗീകാരം ലഭിച്ച പഞ്ചായത്ത് എന്നീ വിശേഷണങ്ങളും നേട്ടമായി ഉയർത്തുന്നു. എന്നാൽ 100% ഫണ്ട് ചിലവഴിക്കാനുള്ള വ്യഗ്രതയിൽ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സ്ട്രീറ്റ് ലൈറ്റ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. റോഡ് നിർമ്മാണം സ്വന്തക്കാർക്ക് കരാർ നൽകി. കാർഷിക മേഖലയിൽ LDF നൽകിയ പ്രാധാന്യം UDF നൽകിയില്ല തുടങ്ങിയവയും പ്രതിപക്ഷം ആരോപണങ്ങളായി ഉയർത്തുന്നു. ഇരു മുന്നണികളുടെയും വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് ശക്തമായ പ്രചരണവുമായി BJPയും പൂമംഗലത്ത് സജീവമായിട്ടുണ്ട്. പൂമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണം. ഒന്നിലേറെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ നടപടിയെടുക്കണം. പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷിസ്ഥലങ്ങളും ഉപയുക്തമാക്കണം. പ്രധാന റോഡുകളുടെ തകർച്ച പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. കോടശ്ശേരി പഞ്ചായത്ത് ഇക്കുറി തീ പാറുന്ന പോരാട്ടത്തിനാണ് സാക്ഷിയാകുന്നത്. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ 27,000 പരം വോട്ടർമാരാണ് ഉള്ളത്. പഞ്ചായത്തിൽ LDFന് 11ഉം UDFന് 9 അംഗങ്ങളുമാണുള്ളത്. ഭരണത്തിലുള്ള ഇടതുപക്ഷം നേട്ടങ്ങളായി പറയുന്നത് ഇവയാണ്: സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. ഇതോടൊപ്പം സമ്പൂർണ്ണ പെൻഷൻ പദ്ധതിയും പ്രാവർത്തികമാക്കാനായി. പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥം ഹാളും ലൈബ്രറിയും നിർമ്മിച്ചു. 2 കോടി രൂപ ചെലവിൽ കപ്പത്തോട് വാട്ടർഷെഡ് പദ്ധതി നടപ്പാക്കിയെന്നിവ LDF ഭരണസമിതിയുടെ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഭരണപക്ഷം പരാജയമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കിഴക്കൻ മേഖലയെ പാടെ അവഗണിച്ചു. ഇവിടെ ആരോഗ്യരംഗത്ത് ഒരു പുരോഗതിയും ഉണ്ടാക്കിയില്ല. കുറ്റിച്ചിറയിൽ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ആവശ്യം പ്രാവർത്തികമാക്കിയില്ല. തെരുവുവിളക്കുകളുടെ കാര്യത്തിൽ വിവേചനം കാട്ടി. എന്നിവയെല്ലാം ഭരണത്തിന്റെ വീഴ്ചയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. തെരുവുവിളക്കുകളുടെ കാര്യത്തിൽ വിവേചനം കാട്ടി എന്നിവയെല്ലാം ഭരണത്തിന്റെ വീഴ്ചയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. BJPയും ഭരണപക്ഷത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷവും അവസരത്തിനൊത്ത് ഉയർന്നില്ലെന്നും BJP കുറ്റപ്പെടുത്തുന്നു. പഞ്ചായത്തിലെ 8 വാർഡുകൾ ഇത്തവണ വനിതാ സംവരണമാണ്. കോടശ്ശേരി, നായരങ്ങാടി, മേട്ടിപ്പാടം, ചട്ടിക്കുളം, മാരാർ റോഡ്, രണ്ടുകൈ, ചെമ്പംകുന്ന്, കൂർക്കമറ്റം എന്നീ വാർഡുകളിലാണ് വനിതാ സംവരണം. കുറ്റിച്ചിറ വാർഡിൽ പട്ടികജാതി സംവരണവും ചായ്പൻകുഴി, കമ്മളം വാർഡുകളിൽ പട്ടികജാതി വനിതാ സംവരണവുമാണ്. 19.87 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ ആകെ വോട്ടർമാർ 18,824 7 വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ്. നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. ആകെയുള്ള 16 സീറ്റുകളിൽ LDF 8, UDF 6, BJP സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. 7 വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ്. LDF ഭരണനേട്ടമായി ഉയർത്തിക്കാണിക്കുന്നവ ഇവയാണ്: കാർഷിക മേഖലയിൽ തരിശുരഹിത ഗ്രാമം പദ്ധതി നടപ്പാക്കി 50 വർഷത്തിലധികം തരിശായി കിടന്നിരുന്ന ഭൂമിയിലടക്കം കൃഷിയിറക്കാൻ സഹായിച്ചു. ഹരിതഗ്രാമം, ജനകീയ ജൈവ പച്ചക്കറി കൃഷി, മൃഗസംരക്ഷണ പദ്ധതി, സാമൂഹ്യ മത്സ്യകൃഷി തുടങ്ങി എല്ലാ കൃഷിമേഖലയിലും പുത്തനുണർവുണ്ടാക്കി. സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കു വേണ്ടി 2 ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു. പുതിയ പാർക്ക് നിർമ്മിച്ചു. പഞ്ചായത്തിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചു തുടങ്ങിയവയാണ് ഭരണനേട്ടങ്ങളായി ഉയർത്തുന്നത്. ഇതേസമയം ഭരണനേട്ടങ്ങൾ എന്നവകാശപ്പെടുന്ന കാര്യങ്ങളെ പ്രതിപക്ഷം ഖണ്ഡിക്കുകയാണ്. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടപടികളൊന്നും ഉണ്ടായില്ല. ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നം സ്ഥിരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. സാധാരണക്കാർക്ക് വീട് റിപ്പയറിങ്ങിനും ശുചിമുറികൾ നിർമ്മിക്കാൻ ആനുകൂല്യങ്ങൾ തന്നെ ഒന്നും നൽകിയില്ല. കടലാസിൽ കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുകയല്ലാതെ കാർഷിക രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നിവയാണ് പ്രതിപക്ഷാരോപണങ്ങൾ. BJP ഇത്തവണ പഞ്ചായത്തിൽ പിടിമുറുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ അവർ വളരെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തു. വികസനത്തിന് നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഇവയാണ്: ചെറുതുരുത്തി മുതൽ ചുങ്കം വരെ നീളം വരുന്ന സമഗ്ര ഡൈനേജ് പദ്ധതി, ജില്ലാ അതിർത്തിയായ കൊച്ചിൻ പാലത്തിന് സമീപം മഹാകവി വള്ളത്തോളിന്റെ പ്രതിമയോടുകൂടിയ പൊതുപാർക്ക്, പഞ്ചായത്തിലെ പൊതു കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ അടിയന്തര നടപടി, ആധുനിക രീതിയിൽ വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റ്, പഞ്ചായത്തിൽ വലിയ സ്റ്റേഡിയം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ സൗകര്യം ഉണ്ടാക്കണം തുടങ്ങിയവ വോട്ടർമാർ ആവശ്യങ്ങളായി ഉന്നയിക്കുന്നു. ജനവിധിയിൽ ഇനി ചരിത്ര വഴികളിലൂടെ.
മറ്റത്തൂർ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് വി ശിവൻ മാസ്റ്റർക്ക് ഇന്നും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ നാൾവഴികൾ ഒളിമങ്ങാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ അരനൂറ്റാണ്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകളിൽ മുഴുകുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് വി ശിവൻ മാസ്റ്റർ. ചെമ്പൂച്ചിറയിലെ വാഴപ്പള്ളി വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ശിവൻ മാഷ് 1963 മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയാണ്. 1953 കൊടകര പഞ്ചായത്ത് വിഭജിച്ച് രൂപവൽക്കരിക്കപ്പെട്ട മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 63 ഡിസംബറിലാണ്. അന്ന് 27കാരനായിരുന്ന വി ശിവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ പൌരമുന്നണിയുടെ ബാനറിലാണ് ജനവിധി തേടിയത്. നൂലുവള്ളി വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വി ശിവൻ വിജയിച്ചു. ഇപ്പോൾ 23 വാർഡുകളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ അന്ന് 9 വാർഡുകളായിരുന്നു. നോമിനേറ്റഡ് അംഗം ഉൾപ്പെടെ 10 അംഗങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ശിവൻ മാഷിനെ കൂടാതെ സി വേലായുധൻ തമ്പി, ടി ഗോപിമേനോൻ, NR മാധവൻ, സുശീല, വി കെ പ്രഭാകരൻ, കെ സി മാണിക്യൻ, MS ശങ്കരൻ, പി കെ കൃഷ്ണൻകുട്ടി, മടത്തിവീട്ടിൽ ബാലകൃഷ്ണ മേനോൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 3 രൂപയായിരുന്നു അംഗങ്ങൾക്ക് കിട്ടിയിരുന്ന സീറ്റിംഗ് ഫീസ്. പഞ്ചായത്ത് പ്രസിഡന്റിന് 5 രൂപയും. 8 അംഗങ്ങളുടെ പിൻബലത്തോടെ പൌരമുന്നണി പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് വി ശിവനെയായിരുന്നു. 64 ജനുവരിയിൽ പ്രസിഡന്റായി ചുമതലയേറ്റു. ആകെ 11 മെമ്പർമാരായിരുന്നു പഞ്ചായത്തിൽ. അതിൽ 9 ആള് പൗരമുന്നണി, 1 ആള് കോൺഗ്രസ്, 1 ആള് സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനെ 11 ആള്. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ 27 വയസ്സ് 28 വയസ്സ് പ്രായമായിരുന്നു. 2.5 കൊല്ലമാണ് പഞ്ചായത്തിലിരുന്നത്. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം, വിവിധ സ്കൂളുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പ്രൊഫഷണൽ ടാക്സ് ആയിരുന്നു പ്രധാന വരുമാന മാർഗം. ഇതാകട്ടെ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ശമ്പളമായി കൊടുക്കാനേ തികഞ്ഞിരുന്നുള്ളൂ. പ്രസിഡന്റ് പദവിക്കൊപ്പം TTC പഠനം നടത്തിയ വി ശിവൻ മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടി. R ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ നിയമമനുസരിച്ച് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ജനപ്രതിനിധിയായിരിക്കാനാകുമായിരുന്നില്ല. ഇതേ തുടർന്ന് 64 ജൂണിൽ ശിവൻ മാഷ പ്രസിഡന്റ് സ്ഥാനവും വാർഡംഗത്വവും രാജിവെച്ചു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CV രാമൻ വാർഡ് അംഗമായി. അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ CPMന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശിവൻ മാഷ് അടിയന്തരാവസ്ഥക്കാലത്ത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. 79 വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിവൻ മാഷ് ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. 86 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 2ാം വട്ടവും മറ്റത്തൂർ പഞ്ചായത്ത് അംഗമായി. 80ാം വയസ്സിലും CPMകാരനായി തുടരുന്ന ശിവൻ മാഷ് ശാരീരിക അവശത മൂലം കുറച്ചുകാലമായി പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രയ്ക്കിടെ വീട്ടമ്മയുടെ 2 പവന്റെ താലിമാല മോഷണം പോയി. ചൊവ്വൂർ ചെറുവത്തേരി ശാന്തകുമാറിന്റെ ഭാര്യ കനകയുടെ മാലയാണ് മോഷണം പോയത്. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഇവർ ഗുരുവായൂരിൽ എത്തിയത്. കിഴക്കനടയിലെ സ്റ്റാൻഡിൽ ബസ്സിറങ്ങിയ ശേഷം വിവാഹ മണ്ഡപത്തിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ഇനി കാഴ്ചവട്ടം. തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു ചടങ്ങെന്ന പോലെ ഇറക്കുന്ന ഒന്നാണ് പ്രകടന പത്രിക. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അകാല ചരമം പ്രാപിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളുടെ തമാശ നിറഞ്ഞ കാഴ്ചകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് പകരാൻ ഒരു ചടങ്ങെന്ന രൂപത്തിൽ ഇറക്കുന്ന കുന്ത്രാണ്ടമാണ് പ്രകടന പത്രിക. വാഗ്ദാനങ്ങൾ കേട്ടാൽ ഏത് കരിങ്കല്ല് ഹൃദയനും ഒന്ന് മയങ്ങിപ്പോകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പുതിയ ഇനമാണ് വൈഫൈ. കാരണം ഗ്രാമീണരൊക്കെ ഇപ്പോൾ കുടിവെള്ളത്തേക്കാൾ, നല്ല റോഡിനേക്കാൾ, ശുദ്ധവായുവിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്റർനെറ്റിനെയാണല്ലോ. പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ എന്തും ചൊരിയാം. റോഡൊക്കെ ദേശീയപാതയാക്കാം, പകൽ പോലും തെരുവിളക്കുകൾ കത്തിക്കാം, നാടായ നാടൊക്കെ ജൈവ പച്ചക്കറി വിളയിക്കാം, മുട്ടയും പാലും കൊണ്ട് വീടുകൾ നിറയ്ക്കാം, കുളിക്കാൻ പോലും മിനറൽ വാട്ടർ നൽകാം. പിന്നെ ബസ് സ്റ്റാൻഡ്, സൗജന്യ ചികിത്സ, സൗജന്യ പഠനം, സൗജന്യ സിനിമ,
സൗജന്യം സൗജന്യം സൗജന്യം. ഈ പറഞ്ഞതെല്ലാം പ്രകടന പത്രികയിലേ കാണൂ. അതുതന്നെ മുഴുവൻ വായിച്ചു നോക്കാൻ അല്പം ക്ഷമ വേണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ചടങ്ങ് തീരും. പത്രികയ്ക്ക് അകാല ചരമം. ആർക്കും പരിഭവമില്ല. പ്രകടന പത്രികയിലെ ഒരിനമെങ്കിലും നടപ്പാക്കിയോ എന്ന് ആരും ചോദിക്കില്ല. ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാത്ത എന്തെല്ലാം ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും നാം മുറുകെ പിടിക്കുന്നു. ചോദ്യം ചെയ്തുകൂടാ. വധൂവരന്മാർക്ക് വിവാഹപ്പന്തലിൽ മധുരം കൊടുക്കുന്ന ചടങ്ങിൽ ഉറക്കെ ചോദിക്കും, വധുവിന് മധുരം കൊടുക്കട്ടെ? കൊടുക്കണ്ട എന്ന് ആരെങ്കിലും പറയുമോ? എന്നാൽ വരനും വധുവും നാണം കൊണ്ട് മധുരം കഴിക്കുമോ? ചുണ്ടേലൊന്നു തൊടും, ഇറക്കില്ല. പ്രകടന പത്രികയും കൊഴുത്ത മധുരമാണ്. ചുണ്ടേലൊന്നു തൊടും, ഇറക്കില്ല. എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാവർക്കും പ്രകടന പത്രിക എന്ന മധുരമുണ്ട്. അതവിടെ കിടക്കും. 5 കൊല്ലം കഴിയുമ്പോൾ ഫണ്ട് ഏറെക്കുറെ ലാപ്സാകും, അല്ലെങ്കിൽ വകമാറ്റും. കുറെ ഫണ്ട് കോൺട്രാക്ടർമാർക്ക് കൊടുക്കും. അതൊക്കെ പല വഴിക്ക് തിരിയും. പിന്നെയും റോഡ് കുളമാകും. മാലിന്യം റോഡരികിൽ കുന്നുകൂടി കിടക്കും. കെട്ടിടങ്ങൾ ചിതലരിക്കും. ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ പോലും പ്രകടന പത്രിക കാണില്ല. കോർപ്പറേഷനിൽ മുന്നണികളുടെ പ്രകടന പത്രിക ആഘോഷമായി ഇറക്കി. എല്ലാ വാഗ്ദാനങ്ങളും ഒന്നിനൊന്നു മിച്ചം. കോൺഗ്രസിന്റെ പത്രിക ഇറങ്ങിയിട്ടില്ല. പരീക്ഷ കഴിഞ്ഞ് പാഠപുസ്തകം ഇറക്കുന്ന നാട്ടിൽ പത്രിക അല്പം വൈകിയാലും ആരും തെറ്റൊന്നും പറയില്ല. ഇനി വള്ളത്തോൾ നഗറിലേക്ക് വരൂ. അവിടെ UDFന്റെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കും എന്നാണ് വാഗ്ദാനം. നടപ്പാക്കിയാലും ഇല്ലെങ്കിലും ഈ പ്രഖ്യാപനത്തിന് 100 മാർക്ക്. അധികമാരും മുഴക്കാത്തൊരു വാഗ്ദാനമാണത്. എങ്ങനെയാണ് സംവിധാനമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പഞ്ചായത്തുകളിൽ ആദ്യം നടപ്പാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം. കോർപ്പറേഷൻ ഇതുവരെ മാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്ന് പിടികിട്ടിയിട്ടില്ല. കുറെ കൊല്ലം മാലിന്യം ലാലൂരിൽ കൂട്ടിയിട്ടു. ഇപ്പോൾ നഗരത്തിലിട്ട് കത്തിക്കുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത ലാംസ് പദ്ധതിയുടെ പിറകെയായിരുന്നു പ്രതിപക്ഷം. 5 കൊല്ലം കഴിഞ്ഞ് പഴയ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായി ചിരിക്കാൻ നല്ല വക കിട്ടും. വോട്ട് ചെയ്തവർക്കോ ആരും കാണാതെ ഉറക്കെ ഉറക്കെ കരയാം. അനുബന്ധം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് VM സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ വന്നപ്പോൾ തിരുത്തി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയാണ്, പലതും പറയും, തിരുത്തും. പ്രകടന പത്രികകൾ ഇറക്കും, മറക്കും. പ്രകടനങ്ങൾ ധാരാളം കാണാം. നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രം മതി. കുഴി എണ്ണ. ശുഭം. രാമവർമ്മപുരം അഗതി മന്ദിരത്തിൽ നിന്ന് മധ്യവയസ്കയെ കാണാതായി. തമിഴ്നാട് സ്വദേശിയെ കനിയമ്മയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫേസ്ബുക്കിലെ സൗഹൃദ കൂട്ടായ്മ ഒരു ഗിന്നസ് സ്വപ്നം കൂട്ടിത്തുന്നുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കമ്പിളി പുതപ്പ് തുന്നിയെടുത്ത് റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് 1500ഓളം വരുന്ന വീട്ടമ്മമാർ. നിലവിൽ സൗത്ത് ആഫ്രിക്കയുടെ കൈവശമുള്ള റെക്കോർഡ് തിരുത്തുകയാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഗ്രാനി സ്ക്വയർ എന്ന ശൈലിയിലുള്ള ക്രോഷേ എന്നറിയപ്പെടുന്ന തുന്നൽ രീതിയാണ് ഇവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. മദർ ഇന്ത്യ ക്രോഷേ ക്യൂൻസ് എന്ന പേരിലുള്ള കൂട്ടായ്മ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഭാരതീയരായ വീട്ടമ്മമാരുടെ സംഗമവേദിയാണ്. പലയിടങ്ങളിലായി ഇവർ തുന്നിയെടുക്കുന്ന ബ്ലാങ്കറ്റുകൾ ജനുവരി 31-ന് ചെന്നൈയിൽ നടക്കുന്ന ചടങ്ങിൽ കൂട്ടിയോജിപ്പിക്കും. നിലവിലുള്ള 3377 സ്ക്വയർ മീറ്ററിന്റെ റെക്കോർഡ് 5000 സ്ക്വയർ മീറ്ററിലുള്ള ബ്ലാങ്കറ്റ് നിർമ്മിച്ച് മറികടക്കാനാണ് ഇവരുടെ ശ്രമം. ചെന്നൈ സ്വദേശിനിയായ ശുഭശ്രീ നടരാജനാണ് ഇത്തരമൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഫേസ്ബുക്ക് വഴി ഈ ആശയത്തിന് പിന്നിൽ ഒട്ടേറെ പേർ അണിനിരക്കുകയായിരുന്നു. സാംസ്കാരിക നഗരിയിൽ 30ഓളം വീട്ടമ്മമാരാണ് ഈ ദൌത്യത്തിൽ പങ്കാളികളാകുന്നത്. 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നുണ്ടെന്ന് ജില്ലയിലെ സംഘാടകരായ രാധാ നടരാജൻ, ശാന്തകുമാരി എന്നിവർ പറയുന്നു. ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഓർഫനേജ് തണുപ്പുള്ള രാജ്യത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെന്നൈയിൽ നിന്ന് ശുഭശ്രീ നടരാജൻ എന്ന് പറഞ്ഞവരാണ് ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ നമുക്ക് തുടങ്ങി തന്നപ്പോൾ കേരളത്തിലുള്ളവരും ജോയിൻ ചെയ്തു. ഈ ചെയ്യുന്ന പൈസ ഇറക്കണം മുഴുവൻ ചാരിറ്റിക്ക് ആയതുകൊണ്ട് വീട്ടമ്മമാർ സ്വയം ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും പറയുമ്പോൾ തന്നെ താല്പര്യത്തിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിലുള്ള 49 എണ്ണം ചേർന്നാലാണ് ഒരു ബ്ലാങ്കറ്റായി കണക്കാക്കുക. ഇത്തരത്തിൽ 103 ബ്ലാങ്കറ്റുകൾ ചേർന്നാലാണ് റെക്കോർഡ് നേട്ടം കൈവരിക്കാനാവുക.
റെക്കോർഡ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ തണുപ്പുള്ള ഇടങ്ങളിൽ സാധുക്കൾക്ക് ഈ കമ്പിളി പുതപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്യാനാണ് ധാരണ. ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ച ഈ ഉദ്യമത്തിനാവശ്യമായ കമ്പിളിയും സാധന സാമഗ്രികളുമെല്ലാം കൂട്ടായ്മയിലെ അംഗങ്ങളാണ് വാങ്ങി നൽകുന്നത്. തങ്ങളുടെ ദൗത്യം കണ്ടറിഞ്ഞ് ഈ പദ്ധതി ആരെങ്കിലും സ്പോൺസർ ചെയ്യാനായി രംഗത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളായ വീട്ടമ്മമാർ. TCV ന്യൂസ്, തൃശൂർ. കാറുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ചു. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. അക്കിക്കാവ് വിളക്കത്തല വീട്ടിൽ അനിൽകുമാറിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ ബൈക്കിൽ പാലമായി പോകുമ്പോൾ കമ്പിപ്പാലത്ത് വെച്ചായിരുന്നു അപകടം. കൽദായ സുറിയാനി സഭയുടെ സംഗീത കൂട്ടായ്മയ്ക്ക് ബാറിക് മാർ എന്ന പേരിൽ തുടക്കമായി. തൃശൂർ കാൽഡീൻ സെന്ററിൽ കൽദായ സുറിയാനി മെത്രാപ്പോലീത്ത ഡോക്ടർ മാർ അപ്രേം സംഗീത കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും സംഗീത കൂട്ടായ്മ വളർത്തുന്നതിനുമാണ് ബാറിക് മാർ മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചിട്ടുള്ളത്. മാർ അപ്രേം ഓർഗൻ വായിച്ചുകൊണ്ടാണ് മ്യൂസിക് ബാൻഡിന് തുടക്കം കുറിച്ചത്. സഭാംഗവും പ്രശസ്ത പിന്നണി ഗായികയുമായ ദുർഗ ഡെന്നിസ് ബാറിക് മാർ CD പ്രകാശനം നിർവഹിച്ചു. സംഗീത പരിപാടിക്കൊപ്പം ലഘുനാടക അവതരണവും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ചൂടുപിടിച്ചു. മുന്നണികളിലെ മുൻനിര നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ 30-ന് പൂർത്തിയാകും. ചിറ്റലപ്പള്ളിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം, 20 പവൻ കവർന്നു. ഒല്ലുക്കര സ്വദേശി സജിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ പ്രതി ദിലീപിനെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. സജിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം തിങ്കളാഴ്ച തൃശൂരിൽ പരിശോധന നടത്തും. ചന്ദ്രബോസ് വധക്കേസ് വിചാരണ തിങ്കളാഴ്ച തുടങ്ങും. വിചാരണ നടപടികൾക്ക് കനത്ത സുരക്ഷയൊരുക്കുവാൻ DGPയുടെ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.